ഹായ് ഓൾ, നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിൽ പാർട്ട് 2 അതിൻ്റെ ചാപ്റ്റർ 7 മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. അന്തരീക്ഷമാകെ ചുവന്ന് കലങ്ങിയിരുന്നു. ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല. എങ്ങും മൂടൽ മണ്ണ് മാത്രം. ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴേക്ക് മണ്ണിൽ പൂഴ്ന്നു പോയിരുന്നു. അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി നേരെ കൺമുന്നിൽ ഉണ്ടായിരുന്നു. ഒരു മണ്ണുമല അവിടെ കാണാനേ ഇല്ലായിരുന്നു. പകരം ഞങ്ങൾ ഓടിയെടുത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു, നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ. അത് ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ വരികളാണ് കൊടുത്തിരിക്കുന്നത്. ബെന്യാമിൻ്റെ ആടുജീവിതം. ഇനി എന്താണ് മരുഭൂമികൾ എന്ന് പറഞ്ഞാൽ? 25 സെൻറ്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ മരുഭൂമികൾ എന്ന് പറയുന്നത്. 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ മരുഭൂമികൾ എന്നുകൊണ്ട് പറയുന്നത്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് മരുഭൂമികളെ വേറിട്ട് നിർത്തുന്ന സവിശേഷതകളാണ് വരണ്ട കാലാവസ്ഥ, മഴയുടെ ലഭ്യതക്കുറവ്, മണൽ പരപ്പുകൾ, മുൾച്ചെടികൾ ഉൾപ്പെടുന്ന സസ്യജാലങ്ങൾ. എല്ലാ മരുഭൂമികളും ഒരേ സ്വഭാവം പുലർത്തുന്നവയല്ല. വൻകരയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മരുഭൂമികൾ രൂപപ്പെടുന്നതിനുള്ള പ്രധാന കാരണം വൻകരയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലായിരിക്കും മരുഭൂമികൾ രൂപപ്പെടുന്നത്. അത് രൂപപ്പെടാനുള്ള കാരണം എന്താണ്? ഈർപ്പവാഹിനികളായ കാറ്റുകൾ ഭൂഖണ്ഡത്തിൻ്റെ കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറേ അരികിലെത്തുമ്പോൾ ഈർപ്പം മുഴുവൻ നഷ്ടപ്പെട്ട് വരണ്ട കാറ്റുകളായിട്ട് മാറുന്നു. അതിനാൽ ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറൻ അതിരുകൾ എല്ലായ്പ്പോഴും വരണ്ടതായിട്ട് തുടരുന്നു. അപ്പോൾ ഈർപ്പവാഹിനികളായ കാറ്റുകൾ ഭൂഖണ്ഡത്തിൻ്റെ കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറേ അരികിലെത്തുമ്പോൾ ഈർപ്പം മുഴുവൻ നഷ്ടപ്പെട്ട് എന്തായിട്ട് മാറുന്നു? വരണ്ട കാറ്റുകളായിട്ട് മാറുന്നു. അതിനാൽ ഭൂഖണ്ഡങ്ങളുടെ പടിഞ്ഞാറൻ അതിരുകൾ എല്ലായ്പ്പോഴും വരണ്ടതായിട്ട് കാണുന്നു. മരുഭൂമികൾ 2 തരത്തിലാണുള്ളത്: ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും. മരുഭൂമികൾ 2 തരത്തിലാണുള്ളത്: ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും. എന്താണ് ശീത മരുഭൂമികൾ? നമ്മൾ പറഞ്ഞു, മരുഭൂമികൾ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ മരുഭൂമികൾ എന്ന് പറയുന്നത്. ആ മരുഭൂമികൾ തന്നെ 2 തരമുണ്ട്: ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും. അതിൽ ശീത മരുഭൂമികൾ എന്താണ്? ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലുമായി വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീത മരുഭൂമികൾ. അപ്പോൾ ശീത മരുഭൂമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ധ്രുവപ്രദേശങ്ങൾ, അതേപോലെ മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങൾ, ഉയർന്ന പീഠഭൂമികളിൽ വർഷം മുഴുവൻ എന്താണ്? മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ശീത മരുഭൂമികൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ശീത മരുഭൂമികളാണ് അന്റാർട്ടിക്ക മരുഭൂമി, ആർട്ടിക് മരുഭൂമി, പാറ്റഗോണിയൻ മരുഭൂമി. അപ്പോൾ പാറ്റഗോണിയൻ മരുഭൂമി ഏത് തരം മരുഭൂമിക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ശീത മരുഭൂമിക്ക് ഉദാഹരണമാണ്. അപ്പോൾ അന്റാർട്ടിക്ക മരുഭൂമി, ആർട്ടിക് മരുഭൂമി, പാറ്റഗോണിയൻ മരുഭൂമി തുടങ്ങിയ മരുഭൂമികൾ ശീത മരുഭൂമികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി എന്താണ് ഉഷ്ണ മരുഭൂമികൾ? 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ട പ്രദേശങ്ങൾ. അപ്പോൾ ഏതൊക്കെ ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ്? 15 ഡിഗ്രിക്കും 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഉഷ്ണ മരുഭൂമികൾ കാണപ്പെടുന്നത്. ഏതൊക്കെ അക്ഷാംശങ്ങൾക്കിടയിലാണ്? 15 ഡിഗ്രി 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഉഷ്ണ മരുഭൂമികൾ കാണപ്പെടുന്നത്. ഉഷ്ണ മരുഭൂമികളിലെ താപനിലയുടെ പ്രത്യേകതകൾ എന്താണ്? വളരെ ഉയർന്ന പകൽ താപനിലയായിരിക്കും. പകൽ സമയത്ത് താപനില വളരെ കൂടുതലായിരിക്കും. വളരെ കുറഞ്ഞ രാത്രി താപനില, രാത്രി സമയത്ത് എന്താണ്? താപനില കുറവായിരിക്കും. ദൈനിക താപാന്തരം വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്? ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം നമുക്ക് അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഉഷ്ണ മരുഭൂമി പ്രദേശങ്ങളിൽ ദൈനിക താപാന്തരം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പകൽ സമയത്ത് താപനില വളരെ ഉയർന്നും രാത്രി സമയങ്ങളിൽ താപനില വളരെ കുറവുമായിരിക്കും.
മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അപ്പോൾ ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ്. ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം. അപ്പോൾ ഡെസേർട്ട് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ മരുഭൂമിക്ക് പറയുക. അത് ഡെസർട്ടം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഡെസർട്ടം എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം. എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം. ഇനി താർ മരുഭൂമിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്നറിയപ്പെടുന്ന ഉഷ്ണ മരുഭൂമിയാണ് താർ. താർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്നറിയപ്പെടുന്ന ഉഷ്ണ മരുഭൂമിയാണ് താർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഇവിടെയാണല്ലോ വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. അപ്പോൾ ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് താർ മരുഭൂമി കാണുന്നത്. എവിടെയാണ് താർ മരുഭൂമിയുടെ സ്ഥാനം? എവിടെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് താർ മരുഭൂമിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്നറിയപ്പെടുന്ന ഉഷ്ണ മരുഭൂമി കൂടിയാണ് താർ മരുഭൂമി. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. അപ്പോൾ ഇതിൽ ഈ താർ മരുഭൂമി ഏകദേശം 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. അതിൽ 1.75 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്ററും എവിടെയാണ്? ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ താർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ളതിൻ്റെ 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിലുള്ളതിൻ്റെ 2/3 ഭാഗവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് താർ മരുഭൂമിയുടെ അതിർത്തികൾ നോക്കാം. അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സത്ലജ് നദീതടമാണ്. സത്ലജ് നദീതടം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സത്ലജ് നദീതടം. തെക്ക് ഭാഗത്തായിട്ട് റാൻ ഓഫ് കച്ച്. കിഴക്ക് ഭാഗത്തായിട്ട് ആരവല്ലി നിരകൾ. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? സിന്ധു നദീതടം. നമുക്ക് നോക്കാം. ഇതാണ് താർ മരുഭൂമി. താർ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദീതടം, തെക്ക് ഭാഗത്ത് റാൻ ഓഫ് കച്ച്, കിഴക്ക് ഭാഗത്ത് ആരവല്ലി നിരകൾ, വടക്ക് ഭാഗത്ത് എന്താണ്? സത്ലജ് നദീതടം. ബാക്കി ഭാഗം, അപ്പോൾ നമ്മൾ എന്താണ് 2/3 ഭാഗവും രാജസ്ഥാനിലാണെന്ന് പറഞ്ഞു. ബാക്കി ഭാഗം മുഴുവനും ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും താർ മരുഭൂമിയുടെ തുടർച്ചയായിട്ട് കാണാം. സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും താർ മരുഭൂമിയുടെ തുടർച്ച കാണുന്നുണ്ട്. ഇന്ത്യയിൽ മുഖ്യമായിട്ടും മഴ കൊണ്ടുവരുന്നത് ഏത് മൺസൂണാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ മെയിനായിട്ട് മഴ കൊണ്ടുവരുന്നത്. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. തെക്ക് പടിഞ്ഞാറ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളിൽ നിന്നാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? മഴ പെയ്യ്ക്കുന്നത്. പടിഞ്ഞാറൻ തീരസമുദ്രത്തോടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖ, അറബിക്കടലിന് ഇവിടെ നിന്ന് വരുന്ന മൺസൂൺ കാറ്റുകൾ എങ്ങനെയാണ്? ആരവല്ലി നിരകൾ ഇവിടെയുണ്ട്. ആരവല്ലി നിരകൾക്ക് സമാന്തരമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതായത് മലനിരകൾ തടഞ്ഞു നിർത്തിയാൽ മാത്രമാണ് എന്താണ്? മഴ പെയ്യുള്ളൂ. പക്ഷേ തടഞ്ഞു നിർത്തുന്നതിന് പകരം ആ മലനിരകൾക്ക് സമാന്തരമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിലൊന്നും എന്തുണ്ടാവില്ല? മഴ ലഭിക്കുന്നില്ല. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളിൽ നിന്നും ആർക്കും മഴ ലഭിക്കുന്നില്ല. രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിലൊന്നും മഴ ലഭിക്കുന്നില്ല. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ചും രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആരവല്ലി മലനിരകൾക്ക് സമാന്തരമായിട്ടാണ് മൺസൂൺ കാറ്റുകൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ്. ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തടഞ്ഞു നിർത്തുന്നത് ആരവല്ലി മലനിരകളാണ്. അപ്പോൾ എന്താണ്? ഈ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുനിന്നും വരുമല്ലോ. അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുനിന്ന് വരുന്നത് ഈ ആരവല്ലി മലനിരകളെ അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്യും.
അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. അപ്പോൾ ഹിമാലയത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയെ ഇന്ത്യക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തടഞ്ഞു നിർത്തുന്നത് ആരവല്ലി പർവ്വതനിരകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നതിന് ഈ ആരവല്ലി പർവ്വതനിരകൾ ഇവിടെ തടഞ്ഞു നിർത്തും. അപ്പോൾ ഇവിടുന്ന് ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള മൺസൂൺ കാറ്റുകളും എവിടേക്ക് പ്രവേശിക്കുന്നില്ല? രാജസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നില്ല. അറബിക്കടലിൽ നിന്നുള്ള മൺസൂൺ കാറ്റുകളോ അത് നേരെ, ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഈ ആരവല്ലി നിരകൾക്ക് സമാന്തരമായി പോകുന്നതിനാൽ ഇവിടെ മഴ ലഭിക്കുന്നില്ല. പിന്നെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന മൺസൂൺ കാറ്റുകൾ ഈ ആരവല്ലി നിരകൾ ഇവിടെ തടഞ്ഞു നിർത്തുമ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് രാജസ്ഥാനുള്ളത്. അപ്പോൾ ഇവിടെ മഴ ലഭിക്കില്ല. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്ന മറ്റ് കാരണങ്ങളാണ് ഉയർന്ന ബാഷ്പീരണ തോതും വരണ്ട കാറ്റും. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു ഉഷാര മണലാരണ്യമായിട്ട് മാറുന്നു. താർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. എന്താണ്? മരുസ്ഥലി എന്നും രാജസ്ഥാൻ ബാഗർ എന്നും. അപ്പോൾ താർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മരുസ്ഥലി എന്നും രാജസ്ഥാൻ ബാഗർ എന്നും. മരുസ്ഥലി എന്ന് പറയുന്നത് വരണ്ട സമതലം അല്ലെങ്കിൽ യഥാർത്ഥ മരുഭൂമി മേഖലയെയാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. മരുസ്ഥലി എന്ന് പറഞ്ഞാൽ എന്താ? വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല. രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത് എന്താണ്? അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം. മരുസ്ഥലി പ്രദേശത്താണ് ഗ്രാനൈറ്റ്, നൈസ്, ഷിറ്റ്സ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ പരപ്പുകളാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. മരുസ്ഥലി എന്ന് പറയുന്നത് വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖലയാണ്. ഇവിടങ്ങളിൽ എന്താണ് പ്രത്യേകത? ഗ്രാനൈറ്റ്, നൈസ്, ഷിറ്റ്സ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായിട്ട് ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായിട്ടുള്ള പരപ്പുകളാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. ഗ്രാനൈറ്റ് ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ ഭൗമാന്തര ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽരൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. അതായത് മാഗ്മ ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാനൈറ്റ് ശിലകൾക്ക് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസ് എന്നുള്ളത്. മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിറ്റ്സുകൾ. അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണ് ഷിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാനൈറ്റ് മാഗ്മ തണുത്തുറഞ്ഞ് ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് രൂപം കൊള്ളുന്ന പരൽരൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ രൂപം കൊള്ളുന്നതാണ് നൈസ്. അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ് ശരാശരി ഉയരം എന്ന് പറയുന്നത്. മരുസ്ഥലി പ്രദേശത്തിൻ്റെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ശരാശരി ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ് ശരാശരി ഉയരം. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. അപ്പോൾ മരുസ്ഥലി പ്രദേശത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 200 മുതൽ 250 മീറ്റർ വരെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 200 മുതൽ 250 മീറ്റർ വരെയാണ് മരുസ്ഥലി പ്രദേശത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. മരുസ്ഥലി പ്രദേശത്തിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന പടിഞ്ഞാറ് ഭാഗത്തെ മണൽക്കോനുകൾ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്നത് ദ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ദ്രിയാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതായത് നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന പടിഞ്ഞാറ് ഭാഗത്തെ മണൽക്കോണുകൾ, അവയ്ക്ക് നിരന്തരം സ്ഥാനമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ മണൽക്കോണുകളെ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന പേരാണ് ദ്രിയാൻ. അപ്പോൾ മരുസ്ഥലി എന്നുള്ള മരുഭൂമി മേഖല 200 മുതൽ 250 മീറ്റർ ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി എന്താണ് രാജസ്ഥാൻ ബാഗർ? ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗമായ അർദ്ധവരണ്ട സമതലമാണ് രാജസ്ഥാൻ ബാഗർ. ആരവല്ലി നിര വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗമായ അർദ്ധവരണ്ട സമതലയാണ് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. അവിടെ ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് രാജസ്ഥാൻ ബാഗറിലൂടെ ഒഴുകുന്ന ഹ്രസ്വകാല നീരൊഴുക്കുള്ള അരുവികൾ രോഹി എന്ന ഫലഭൂയിഷ്ഠമായ തുരുത്തുക്കളെ കൃഷി സാധ്യമാക്കുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് വരുന്ന ചെറിയ നീരുറവകൾ രോഹി എന്ന ഫലഭൂയിഷ്ഠമായ തുരുത്തുകൾ, ആ തുരുത്തുകളെ പറയുന്ന പേരാണ് രോഹി എന്നുള്ളത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി നദി. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. രാജസ്ഥാൻ ബാഗറിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകമാണ് സാമ്പാർ തടാകം. രാജസ്ഥാൻ ബാഗറിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകമാണ് സാമ്പാർ തടാകം. ഈ സാമ്പാറിൽ ഉപ്പ് കൂടുതലായി പോയെന്ന് ആലോചിക്കുക. അത് മെയിനായിട്ടുള്ള ഉപ്പ് തടാകമാണ് സാമ്പാർ തടാകം. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമാണ്. ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ലൂണി നദി ഉത്ഭവിക്കുന്നത് അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ലൂണി നദിയുടെ വടക്ക് ഭാഗത്തുള്ള മണൽപ്പരപ്പ് അറിയപ്പെടുന്നത് എന്താണ്? താലി. എന്തായിരുന്നു രോഹി എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠമായിട്ടുള്ള തുരുത്തുകളാണ്. മരുഭൂമിയിലുള്ള ഫലഭൂയിഷ്ഠമായിട്ടുള്ള തുരുത്തുകളെ പറയുന്ന പേരാണ് രോഹി എന്ന് പറയുന്നത്. താലി എന്ന് പറയുന്നത് ലൂണിയുടെ വടക്കുള്ള മണൽപ്പരപ്പിനെയാണ്. ലൂണി നദിയുടെ വടക്ക് ഭാഗത്തുള്ള മണൽപ്പരപ്പിനെയാണ് താലി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പോഷക നദികളാണ് ലിൽഡ്രി, സുക്രി, ജവായി. ഏതൊക്കെയാണ്? ലിൽഡ്രി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഉപ്പുനദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ലവണവാരി ഉപ്പുനദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ലൂണി എന്ന പേര് ഈ നദിക്ക് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിയെത്തുന്നു. അപ്പോൾ അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. ലൂണി നദിയുടെ വടക്ക് ഭാഗത്തുള്ള മണൽപ്പരപ്പ് അറിയപ്പെടുന്ന പേരാണ് താലി എന്നറിയപ്പെടുന്നു. പ്രധാനപ്പെട്ട പോഷക നദികളാണ് ലിൽഡ്രി, സുക്രി, ജവായി. ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ലൂണി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 452 കിലോമീറ്റർ ദൂരം പിന്നിട്ട് റാൻ ഓഫ് കച്ചിൽ ഒഴുകിയെത്തുന്നു. ഈ പ്രദേശത്തെ മറ്റു പ്രധാന ഉപ്പ് തടാകങ്ങളാണ് ദിദ്വാന, സർഗോള്, കാത്തു. ഏതൊക്കെയാണ്? ദിദ്വാന, സർഗോള്, കാത്തു ഉപ്പ് തടാകങ്ങളാണ്. അപ്പോൾ സാമ്പാർ തടാകം എന്നുള്ളത് പ്രധാനപ്പെട്ട ഉപ്പ് തടാകമാണ്. അതുകൂടാതെ ദിദ്വാന, സർഗോള്, കാത്തു. ഏതൊക്കെയാണ്? ദിദ്വാന, സർഗോള്, കാത്തു. അപ്പോൾ ദിദ്വാന, സർഗോള്, കാട്ടു തുടങ്ങിയ ഉപ്പ് തടാകങ്ങൾ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ ദിദ്വാന, സർഗോൾ, കാട്ടു എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അതൊക്കെ ഉപ്പ് തടാകങ്ങളാണ്. താർ മരുഭൂമി പ്രദേശങ്ങളിൽ വ്യത്യസ്ത അപരദന നിക്ഷേപണ ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണ മരുഭൂമികളിൽ സാധാരണമാണ്. അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ, കോൺശിലകൾ, മണൽമേടുകൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകും. അപവന ഗർത്തങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപവഹന ഗർത്തങ്ങൾ, പിന്നെ ഗുഹകൾ രൂപം കൊള്ളും, കോൺശിലകൾ, മണൽമേടുകളെല്ലാം രൂപം കൊള്ളും. കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ. അപ്പോൾ നമ്മൾ കാറ്റിലൂടെ കാറ്റടിക്കുമ്പോൾ മണൽത്തരികൾ നീക്കം ചെയ്യുന്ന ആ പ്രവർത്തനത്തിനെയാണ് അപവഹനം അല്ലെങ്കിൽ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്.
ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന ആഴം കുറഞ്ഞ ഗർത്തങ്ങളെയാണ് ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപവഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. ഡിഫ്ലേഷൻ ഹോളോസ്, ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ. ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരേ ദിശയിൽ കാറ്റ് വീശുമ്പോൾ രൂപപ്പെടുന്ന ആഴം കുറഞ്ഞ ഗർത്തങ്ങളെയാണ് ഡിഫ്ലേഷൻ ഹോളോസ് അഥവാ അപവഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. തുടർച്ചയായ അപവഹന പ്രക്രിയയിലൂടെ ഫലമായി ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട്. ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസി ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരദന പ്രക്രിയയാണ് അപഘർഷണം എന്ന് പറയുന്നു. അപ്പോൾ അപഘർഷണം എന്ന് പറയുന്നത് ഇങ്ങനെ മണൽത്തരികളും ഒക്കെ വന്നിട്ട് മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ തേയ്മാനം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ അപഘർഷണം എന്ന് പറയുന്നത്. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അപ്പോൾ വെയിറ്റ് കുറഞ്ഞതിനെയെല്ലാം കൂടുതൽ ദൂരത്തേക്ക് ഉയർത്തും. വെയിറ്റ് കൂടിയതിനെ അധികം ഉയരത്തിലേക്ക് ഉയർത്താനായിട്ട് കഴിയില്ല. അപ്പം മരുഭൂമികളിലെ ശിലകളിലെ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ സൃഷ്ടിക്കപ്പെടുന്ന കൂൺ സമാനമായ ഭൂരൂപങ്ങളാണ് കൂൺ ശിലകൾ എന്ന് അറിയപ്പെടുന്നത്. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ സൃഷ്ടിക്കപ്പെടുന്ന കൂൺ സമാനമായിട്ടുള്ള ഭൂരൂപങ്ങളെയാണ് കൂൺ ശിലകൾ എന്ന് അറിയപ്പെടുന്നത്. ദീർഘകാലത്തെ ആവർത്തന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കൊന്നുകൂടി സൃഷ്ടിക്കപ്പെടുന്ന പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങളാണ് മണൽമേടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ കാറ്റിൻ്റെ പ്രവർത്തനത്തിലൂടെ ഇങ്ങനെ മണൽത്തരികൾ കൊന്നുകൂടിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന പല ആകൃതിയിലും വലിപ്പത്തിലുള്ള നിക്ഷേപങ്ങളെയാണ് മണൽമേടുകൾ എന്ന് പറയുന്നത്. കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയാൽ കൊന്നുകൂടുന്ന വിവിധ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള അയഞ്ഞ മണൽക്കോനുകളാണ് മണൽമേടുകൾ. അവ എന്താണ്? അയഞ്ഞ മണൽക്കോനുകളാണ് ഈ മണൽമേടുകൾ എന്ന് പറയുന്നത്. മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് കാറ്റിൻ്റെ ദിശ, വേഗത എന്നിവയ്ക്ക് അനുസരിച്ച് എന്ത് സംഭവിക്കും? മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കും. പ്രകൃതിദത്ത നീരുറവകളാലോ മറ്റ് ഭൂഗർഭ ജലസ്രോതസ്സുകളാലാണ് മരുഭൂമിയിലെ മരുപ്പച്ചകൾ രൂപപ്പെടുന്നത്. അതായത് അവിടെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള കൃഷിയിടങ്ങൾ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. മരുപ്പച്ചകളിൽ സാധാരണയായിട്ട് ചെയ്യുന്ന കൃഷിയാണ് പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം പോലുള്ളവ. ഇപ്പം താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധതരം മണൽമേടുകളാണ് ബർക്കൻസ് എന്ന് പറയും. ചന്ദ്രകലാകൃതിയിലുള്ള മണൽമേടുകളാണ് ബർക്കൻസ് എന്ന് പറയുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്നത് ചന്ദ്രകലാകൃതിയിലുള്ള മണൽമേടുകളാണ് ബർക്കൻസ്. പിന്നെ പാരാബോളിക് മണൽമേടുകൾ, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള മണൽമേടുകളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തിലാണ്. ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത്. വേനൽക്കാലം അവസാനിക്കുന്നത് ജൂൺ മാസത്തിലാണ്. മാർച്ച് മാസത്തിൽ ആരംഭിച്ച് ജൂൺ മാസത്തിലാണ് വേനൽക്കാലം അവസാനിക്കുന്നത്. ഥാർ മരുഭൂമിയിലെ മഴക്കാലം എന്ന് പറയുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ്. വേനൽക്കാലങ്ങളിൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. അപ്പോൾ ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും ഒക്കെ എന്താണ് വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതയാണ്. മാർച്ച് മുതൽ ജൂൺ വരെയാണ് അവിടെ വേനൽക്കാലം. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ മഴക്കാലമാണ്. ബിക്കാനീർ, ജയ്സാൽമർ തുടങ്ങിയ സ്ഥലങ്ങളിൽ 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ഥാർ മരുഭൂമിയിൽ മഴ കുറയാനുള്ള കാരണങ്ങൾ എന്താണ്? ഉയർന്ന ബാഷ്പീകരണ തോത്, വരണ്ട കാറ്റ്, മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി, ആരവല്ലി പർവ്വതനിരയുടെ സ്ഥാനം, ഈ കാരണങ്ങൾ കൊണ്ടാണ് ആ ഭാഗത്ത് മഴയുടെ അളവ് കുറയുന്നത്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് അവിടെ മഴ ഗണ്യമായി കുറയുന്നത്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ മഴ ഗണ്യമായിട്ട് കുറയും.
ഥാർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് ശൈത്യകാലം ആരംഭിക്കുന്നത്. ആ സമയത്ത് താപനില കുറഞ്ഞ് 5 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിത്തീരും. ശൈത്യകാലത്ത് താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവും കുറഞ്ഞ ആർദ്രത ഇളം കാറ്റുമാണ് ആ സമയത്തെ പ്രത്യേകത. അതിശൈത്യം അനുഭവപ്പെടുന്നത് ജനുവരിയിലാണ്. ശൈത്യകാലം ആരംഭിക്കുന്നത് ഡിസംബറിൽ ആരംഭിക്കും. 5 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താപനില വരും. ജനുവരിയിലാണ് അതിശൈത്യം. ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. ശൈത്യകാലം അവസാനിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ശൈത്യകാലം അവസാനിക്കും. ഡിസംബറിൽ ആരംഭിച്ചിട്ട് ഫെബ്രുവരിയിൽ അവസാനിക്കും. ഥാർ മരുഭൂമി മേഖലയിലെ പ്രധാന മണ്ണിനം എന്ന് പറയുന്നത് മരുഭൂമി മണ്ണാണ്. മണ്ണിൽ ലവണാംശം വളരെ കൂടുതലായിരിക്കും. മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതുമായിരിക്കും. അപ്പോൾ പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമായിരിക്കില്ല. ഥാർ മരുഭൂമിയിലെ പ്രധാന സസ്യങ്ങളാണ് കള്ളിമുൾ ചെടികളും കുറ്റിക്കാടുകളൊക്കെയാണ് സസ്യങ്ങൾ. ഥാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന വരൾച്ചയെ പ്രതിരോധിക്കുന്ന സസ്യങ്ങളാണ് ഗം, അറബിക് അക്വേഷ്യയും യൂഫോബിയ. ഥാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വരൾച്ചയെ പ്രതിരോധിക്കുന്ന സസ്യങ്ങളാണ് ഗം, അറബിക് അക്വേഷ്യയും യൂഫോർബിയ എന്ന് പറഞ്ഞ ചെടിയും. ഇനി മരുഭൂമിയിലെ കപ്പൽ വിശേഷിപ്പിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഒട്ടകമാണ്. ഥാർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നവ നിരവധി ഇനം ഉരകങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ, പുള്ളിപ്പരുന്തൊക്കെ അവിടെ ജീവിക്കുന്ന സസ്യങ്ങളാണ്. ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നു. ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച തുടങ്ങിയവയും ഇവിടെ കാണപ്പെടുന്നു. ജനസംഖ്യ വളരെ ശുഷ്കരമായിട്ടുള്ള പ്രദേശമാണ് ഥാർ മരുഭൂമി എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാന കാർഷിക വിളകൾ ബജ്റ, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി തുടങ്ങിയവയാണ്. അപ്പോൾ അവിടെ ജലസേചനത്തിന് വേണ്ടിയിട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു കനാലാണ് ജലസേചന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയുടെ ജലസേചനത്തിനായി നിർമ്മിച്ച പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി അറിയപ്പെട്ടിരുന്നത് രാജസ്ഥാൻ കനാൽ എന്നാണ് ആദ്യം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തു. ഉത്ഭവിക്കുന്നത് പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്നാണ്. ഉത്ഭവിക്കുന്നത് ജലവിതരണം നടത്തുന്ന പ്രദേശങ്ങൾ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ജലവിതരണം നടത്തുന്നത്. ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു. അപ്പോൾ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകൾക്ക് കുടിവെള്ളം നൽകുന്നത് ഈ ഇന്ദിരാഗാന്ധി കനാലാണ്. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിൻ്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി ഇന്ദിരാഗാന്ധി കനാൽ. അപ്പോൾ അവിടെ ഇന്ദിരാഗാന്ധി അത് ഉത്ഭവിക്കുന്നത് പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹരിക്കെ ബാരേജ്. പ്രധാനപ്പെട്ട വളർത്തുമൃഗങ്ങളാണ് ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം. രാജ്യത്തിൻ്റെ ആകെ കന്നുകാലി സമ്പത്തിൻ്റെ 10% എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇനി രാജസ്ഥാനിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം ഒരു മാർബിൾ ഉണ്ട്. ആ മാർബിൾ ഇനമാണ് മക്രാന മാർബിൾ. അപ്പോൾ രാജസ്ഥാനിലെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു മാർബിൾ ഇനമാണ് മക്രാന മാർബിൾ. രാജസ്ഥാനിലെ മക്രാന പട്ടണത്തിൽ നിന്നാണ് ഇത് ഖനനം ചെയ്യുന്നത്. ഈ മക്രാന മാർബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ താജ്മഹൽ പണിയെഴുപ്പിച്ചിരിക്കുന്നത്. പിന്നെ മക്രാന മാർബിൾ കൂടാതെയുള്ള പ്രധാനപ്പെട്ട ധാതുശേഖരങ്ങൾ ഏതൊക്കെയാണ്? ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയവയും ഖനനം ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ മക്രാന മാർബിളാണ് പ്രശസ്തമായത്. രാജസ്ഥാനിലെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു മാർബിൾ ഇനമാണ് മക്രാന മാർബിൾ. താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് മക്രാന മാർബിൾ ഉപയോഗിച്ചിട്ടാണ്. ഇനി പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഥാർ മരുഭൂമിയിലെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് വിനോദസഞ്ചാരമാണ്. അവിടെ ഹവാ മഹൽ, അജ്മീർ ഫോർട്ട്,
ദിൽവാര ജയിൽ ക്ഷേത്രം, രണക്പൂർ ജെയിൻ ക്ഷേത്രം. ഏതൊക്കെയാണ്? ഹവാ മഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, രണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ആകർഷണീയ കേന്ദ്രങ്ങൾ. ഹവാ മഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, രണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. താങ്ക് യു.